എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കോട്ടയംകാർക്ക് ഈ ഒരു അവധി ദിവസം അഥവാ ഒരു 1 ഡേ ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ ആലോചനയിലെത്തുന്ന സ്ഥലമാണ് കുട്ടിക്കാനം. വളഞ്ഞകാനം വാട്ടർഫോൾസൊക്കെ കണ്ട് പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളതാണ് വാഗമൺ. അത് കഴിഞ്ഞാൽ പിന്നെ പാഞ്ചാലിമേട്, അതുമല്ലെങ്കിൽ പിന്നെ പരുന്തുംപാറ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കോട്ടയത്തു നിന്നൊരു 60-70 കിലോമീറ്റർ ചുറ്റളവിനുള്ളതാണ്. വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുമാണ്. ഇവിടെയൊക്കെ പോകാത്തവരുണ്ടാവില്ല. ഒരുപാട് തവണ ഓരോരുത്തരും പോയിട്ടുമുണ്ടാവും. അങ്ങനെ ഞങ്ങളും ഒരു അവധി ദിവസം ഞായറാഴ്ച രാവിലെ പുറപ്പെട്ടു. ഈ ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെ കുറച്ച് തണുപ്പൊക്കെയുള്ള സമയമല്ലേ, അപ്പോൾ അങ്ങനെ പുറപ്പെട്ടതാണ്. കുട്ടിക്കാനമൊക്കെ കഴിഞ്ഞ് പീരുമേടെത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതു. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇതാ നേരെ പരുന്തുംപാറയിലേക്ക് എത്തി. എന്തൊരു കാറ്റായിരുന്നോ, കാറ്റിൻ്റെ ശബ്ദം കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇതാ അങ്ങ് ദൂരെ കാണുന്നതൊരു റിസോർട്ടാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു മലനിരകളുടെ പശ്ചാത്തലത്തിൽ ആ റിസോർട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാറയുണ്ട്. ആ പാറയ്ക്ക് ടാഗോർ മൗണ്ട് എന്നാണ് പേര്. എന്താണെന്നോ, ഇതാ അങ്ങ് ദൂരെ കാണുന്ന ആ പാറ കണ്ടോ, രവീന്ദ്രനാഥ് ടാഗോർ മഹാകവി, വിശ്വഗുരു, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശിരസിൻ്റെ ആകൃതിയാണ് ആ പാറയ്ക്ക്. അതുകൊണ്ടാണ് അതിന് ടാഗോർ മൗണ്ട് എന്ന് പറയുന്നത്. നീലയും പച്ചയും ഇടകലർന്ന മലനിരകളും അതിനു മുകളിൽ ഇങ്ങനെ നേരിയ ഒരു ആവരണം, ഒരു പുതപ്പ് പോലെ മഞ്ഞുപാളികളും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ ഒരുപാട് തവണ വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ദൂരെ നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എപ്പോഴും എത്തിച്ചേരാറുണ്ട്. ഓരോ കാലാവസ്ഥയിലും ഓരോ ഭംഗിയാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ മഞ്ഞ് വന്ന് ഈ പ്രദേശം മുഴുവൻ അങ്ങ് മൂടിക്കളയും. നല്ല രസമാണ്. പീരുമേട് നിന്നൊരു 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഒരു 15 മിനിറ്റ് കൊണ്ട് ഇങ്ങെത്താം. ടാഗോർ മൗണ്ടിന് മുകളിലൊക്കെ ആളുകൾ കയറി നിൽക്കും. അതുപോലെ തന്നെ എന്താണ് ഈ പ്രദേശത്തിന് ഇങ്ങനെ പരുന്തുംപാറ എന്ന പേര് വന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതൊക്കെ ഈ മലനിരകൾ ഒട്ടുമിക്കതും ഇങ്ങനെ ഒരു പക്ഷി പറക്കാൻ നിൽക്കുന്ന ഒരു ആകൃതിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നതെന്നാണ് പറയുന്നത്. ആധികാരികമായി എനിക്കറിയില്ല. നല്ല തെളിച്ചമുള്ള സമയത്ത് ഇവിടെ നിന്ന് നോക്കിയാൽ ശബരിമല കാടുകൾ കാണാമെന്നാണ് പറയുന്നത്. അതുപോലെ മകരജ്യോതിയും ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങ് ദൂരെ മലനിരകളിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒഴുകിയെത്തുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പക്ഷേ ഇന്നൊരു അവധി ദിവസമായിട്ടും എന്താണോ വലിയ തിരക്കൊന്നുമില്ല. ആളുകളൊക്കെ വളരെ കുറവാണ്. എന്താണെന്നോ, ഇന്നലെ ഇവിടെ കടുവ ഇറങ്ങി. ഞാൻ പക്ഷേ അതൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര പുറപ്പെട്ട് ഒരു 3/4 ഭാഗത്തോളം എത്തിയപ്പോഴാണ് എൻ്റെ സുഹൃത്ത് അപർണ വിളിച്ചു പറഞ്ഞത്, ഇന്നലെ ഇവിടെ കടുവ ഇറങ്ങി, സൂക്ഷിക്കണേന്ന്. അദ്ദേഹത്തിന് പക്ഷേ അതറിയാമായിരുന്നു. പക്ഷേ അത് കേട്ടപ്പോൾ തൊട്ട് എനിക്കൊരു ചെറിയ പേടി തോന്നാതിരുന്നില്ല. ഇനി അതാവാം ഒരുപക്ഷെ വലിയ തിരക്കൊന്നും ഇന്ന് ഉണ്ടാവാത്തത്. കുട്ടികളൊക്കെയായി വന്ന് ഒരു പകൽ സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ആളുകളൊക്കെ കൂടുതലായി എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ഏതായാലും രാവിലെയോ വൈകുന്നേരമോ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ആ സമയങ്ങളിലാണല്ലോ പ്രകൃതി കൂടുതൽ മനോഹരിയായി നമുക്ക് തോന്നുക. ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങളിനി മടങ്ങിയേക്കാമെന്ന് കരുതി. വെയിലാണെങ്കിലും ഇവിടെ വിശ്രമിക്കാനായി ഒരുപാട് ചെറിയ കൂടാരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം കടകളുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ മഞ്ഞധികം കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇനി വരുമ്പോൾ കൂടുതൽ മഞ്ഞുള്ളൊരു സമയമാകണമെന്ന ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ തൽക്കാലം അവിടെ നിന്ന് മടങ്ങും.